ഹായ് ഓൾ വെൽക്കം ടു ഫൂട്ടി അരീന. ബ്രസീലിയൻ സൂപ്പർ താരമായ നെയ്മർ ജൂനിയർ ഇപ്പോൾ സാന്റോസിലേക്ക് മടങ്ങിയെത്തിയിട്ടുണ്ട്. സാന്റോസിൻ്റെ പ്രസിഡന്റ് തന്നെ ഇക്കാര്യം ഒഫീഷ്യലായിക്കൊണ്ട് സ്ഥിരീകരിച്ചിരുന്നു. ഇനിയിപ്പോൾ കുറച്ച് മാസക്കാലം നെയ്മർ ജൂനിയർ തൻ്റെ പഴയ ക്ലബ്ബായ സാന്റോസിന് വേണ്ടിയാണ് കളിക്കുക. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ പുറത്തേക്ക് വരുന്നുണ്ട്. പ്രമുഖ ബ്രസീലിയൻ മാധ്യമമായ UOL ഇതുമായി ബന്ധപ്പെട്ട ഒരു റൂമർ ഇപ്പോൾ പുറത്തേക്ക് പങ്കുവച്ചിട്ടുണ്ട്. അതായത് സാന്റോസിലേക്ക് എത്തിക്കാൻ വേണ്ടി നെയ്മർ ജൂനിയർ 7 സുപ്രധാന താരങ്ങളുമായി ബന്ധപ്പെട്ടു എന്നുള്ള ഒരു റൂമറാണ് ഇവർ പങ്കുവച്ചിട്ടുള്ളത്. ആദ്യം നമുക്ക് ആ താരങ്ങൾ ആരൊക്കെയാണ് എന്നുള്ളത് പരിശോധിക്കാം. പോൾ പോഗ്ബയെ നെയ്മർ ജൂനിയർ സമീപിച്ചു കഴിഞ്ഞു എന്നാണ് ഇവർ അവകാശപ്പെടുന്നത്. പോഗ്ബ നിലവിൽ ഫ്രീ ഏജന്റ് ആണ്. ഒരു ക്ലബിനെ കണ്ടെത്താൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ല. അദ്ദേഹത്തിന്റെ വിലക്കൊക്കെ പിൻവലിക്കപ്പെട്ടിരുന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ മാഴ്സലോ ബ്രസീലിയൻ ഇതിഹാസമാണ്. ബ്രസീലിയൻ ലീഗിലെ ഫ്ലുമിനൻസിന് വേണ്ടി അദ്ദേഹം കളിച്ചിരുന്നു. അദ്ദേഹത്തെ ഇപ്പോൾ നെയ്മർ ജൂനിയർ സമീപിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ തിയാഗോ സിൽവയെ നെയ്മർ ജൂനിയർ സമീപിച്ചു കഴിഞ്ഞു എന്നാണ് റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നത്. ബ്രസീലിയൻ ലീഗിൽ തന്നെയാണ് തിയാഗോ സിൽവ ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ മറ്റൊരു സൂപ്പർ താരമാണ് സെർജിയോ റാമോസ്. സെർജിയോ റാമോസിനെ കൊണ്ടുവരാൻ നെയ്മർ ജൂനിയർക്ക് താല്പര്യമുണ്ട്. നിലവിൽ സെർജിയോ റാമോസ് ഫ്രീ ഏജന്റ് ആണ്. ഏതായാലും ഒരു ക്ലബിനെ കണ്ടെത്താൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ല. സാന്റോസിലേക്ക് അദ്ദേഹം എത്തുമോ എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ്. അതുപോലെ തന്നെ ഗാൻസോ ബ്രസീലിയൻ താരമാണ്. മുൻപ് സാന്റോസിൽ വെച്ചുകൊണ്ട് നെയ്മർ ജൂനിയർക്കൊപ്പം കളിച്ചിട്ടുള്ള താരമാണ് ഗാൻസോ. നെയ്മറുടെ സുഹൃത്താണ്. അദ്ദേഹത്തെ തിരികെ സാന്റോസിലേക്ക് കൊണ്ടുവരാൻ നെയ്മർക്ക് താല്പര്യമുണ്ട്. അതുപോലെ തന്നെ ലിയാൻഡ്രോ പരേഡസ്, ഇത് കഴിഞ്ഞ ദിവസം ഗാസ്റ്റൻ എഡൂൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. പരേഡസിന് വേണ്ടി സാന്റോസ് ശ്രമങ്ങൾ നടത്തിയിരുന്നു. പക്ഷേ പരേഡസ് അതിന് സമ്മതിച്ചിട്ടില്ല എന്നത് ഗാസ്റ്റൻ എഡൂൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു ബ്രസീലിയൻ താരമായ ആർതർ മെലോയെ കൂടി സാന്റോസിൽ എത്തിക്കാൻ നെയ്മർക്ക് താല്പര്യമുണ്ട് എന്നുള്ളതാണ്. അക്കാര്യം നേരത്തെ പുറത്തേക്ക് വന്നിരുന്നു. പക്ഷേ ആർതർ മെലോ വരുമോ എന്നുള്ളത് വ്യക്തമല്ല. ഇങ്ങനെ 7 താരങ്ങളെ തൻ്റെ ക്ലബിലേക്ക് എത്തിക്കാൻ വേണ്ടി നെയ്മർ ജൂനിയർ സമീപിച്ചു കഴിഞ്ഞു എന്നാണ് റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നത്. പക്ഷേ ഈ താരങ്ങൾ എല്ലാവരും ഒന്നും ക്ലബിലേക്ക് വരാൻ സാധ്യതയില്ല. കാരണം ക്ലബിന്റെ സാമ്പത്തിക സ്ഥിതി കൂടി പരിഗണിക്കേണ്ടതുണ്ട്. എന്നാൽ നെയ്മർ ജൂനിയർ വന്നതുകൊണ്ട് തന്നെ കൂടുതൽ സ്പോൺസർഷിപ്പിനെ കണ്ടെത്താൻ കഴിയും എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് ഇപ്പോൾ സാന്റോസ് ഉള്ളത്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. അടുത്തൊരുമായി വീണ്ടും കാണാം.